നമസ്കാരം. ലൈവ് അറ്റ് 6ലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. Feature film in the whole this thing has been a film, a Malayalam film called Attam. ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മലയാള തിളക്കം. മികച്ച ചിത്രം ഉൾപ്പെടെ 3 പുരസ്കാരങ്ങളുമായി അഭിമാന നേട്ടം കൊയ്ത ആട്ടം. മികച്ച നടിക്കുള്ള പുരസ്കാരം പങ്കിട്ട് നിത്യ മേനോനും മാനസി പരേഖും. മികച്ച നടൻ ഋഷഭ് ഷെട്ടി. ശ്രീപദ് മികച്ച ബാലതാരം. സിനിമ സൗദി വെള്ളയ്ക്ക മികച്ച മലയാള ചിത്രം. മികച്ച സംവിധായകൻ ബ്ലസ്സി. ചിത്രം ആടുജീവിതം. മികച്ച നടൻ പൃഥ്വിരാജ് സുകുമാരൻ. ചിത്രം ആടുജീവിതം. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ 9 അവാർഡുകൾ വാരിക്കൂട്ടി ആടുജീവിതം. ബ്ലസ്സി മികച്ച സംവിധായകൻ. നടൻ പൃഥ്വിരാജ്. ഉർവശിയും ബീന ആർ ചന്ദ്രനും മികച്ച നടിമാർ. കാതൽ ദി കോർ മികച്ച ചിത്രം. Elections in J&K will be held in 3 phases. Date of poll will be 18th of September and it's a Wednesday. Second phase would be on 29th of August and phase 3 nomination on 5th of September and every voting finishing on 1st of October. ജമ്മുകാശ്മീർ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു. ജമ്മുകാശ്മീരിൽ 3 ഘട്ടങ്ങളായി തെരഞ്ഞെടുപ്പ്. ആദ്യഘട്ടം സെപ്റ്റംബർ 18-ന്. ഹരിയാനയിൽ ഒക്ടോബർ 1-ന് ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ്. വോട്ടെണ്ണൽ ഒക്ടോബർ 4-ന്. കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകൾ നീളും. കാഫിർ വിവാദത്തിൽ വിശദീകരണവുമായി CPM. പോരാളി ഷാജിയാണോ ഇടതുപക്ഷമെന്ന് MV ഗോവിന്ദൻ. CPM തള്ളിപ്പറഞ്ഞ ഗ്രൂപ്പുകളെ ഉപയോഗപ്പെടുത്തി പ്രചാരണം നടത്തുന്നു. പ്രചാരണം തുടങ്ങിവെച്ചത് UDF. യഥാർത്ഥ കുറ്റവാളികളെ പുറത്തുകൊണ്ടുവരണമെന്നും CPM. ഷിരൂരിൽ അർജുൻ ഉൾപ്പെടെ 3 പേർക്കായുള്ള തെരച്ചിൽ ഇനിയും നീളും. ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ എത്തിക്കാൻ വൈകും. നേവിയുടെയും ഈശ്വർ മാൽപ്പയുടെയും നേതൃത്വത്തിൽ നടന്ന ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. ഇന്ന് കാര്യമായി ഒന്നും കണ്ടെത്താനായില്ല. വയനാടിന്റെ പുനരധിവാസത്തിന് കേന്ദ്രത്തിൽ നിന്ന് വലിയ സഹായം പ്രതീക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി. ദുരന്ത മുന്നറിയിപ്പുകൾ നൽകുന്നതിൽ ദേശീയ ഏജൻസികൾ കൃത്യത പാലിക്കണമെന്നും പിണറായി. വയനാട്ടിൽ തെരച്ചിലിന്റെ ഒരു ഘട്ടം അവസാനിക്കുന്നു. ചാലിയാറിലെ മൺതിട്ടകളിൽ കൂടുതൽ പരിശോധന. ഓണക്കാലത്ത് വിലക്കയറ്റം തടയാൻ സർക്കാർ ഇടപെടൽ. സപ്ലൈകോയ്ക്ക് 220 കോടി അനുവദിച്ചതായി ധനമന്ത്രി. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം തടയൽ ലക്ഷ്യമെന്ന് KN ബാലഗോപാൽ. രാജ്യത്തെ ഞെട്ടിച്ച് വീണ്ടും ബലാത്സംഗ കൊല. ഉത്തരാഖണ്ഡിൽ നഴ്സിനെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു കൊന്നു. പ്രതി പിടിയിൽ. കൊൽക്കത്തയിലെ ഡോക്ടറുടെ ബലാത്സംഗ കൊലയിൽ പ്രതിഷേധം ആളിപ്പടരുന്നു. കേരളത്തിലെ ഡോക്ടർമാർ സമരത്തിൽ. IMAയുടെ രാജ്യവ്യാപക പ്രതിഷേധം നാളെ. ഒളിമ്പിക്സ് മെഡൽ തിളക്കത്തോടെ ശ്രീജേഷ് തിരിച്ചെത്തി. കൊച്ചിയിൽ ഗംഭീര വരവേൽപ്പ്. സംസ്ഥാനത്ത് ഹോക്കിക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകണമെന്ന് ശ്രീജേഷ്. മലയാളത്തിന് അഭിമാനമായി ആട്ടം. എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 3 പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ ആട്ടമാണ് മികച്ച ചലച്ചിത്രം. മികച്ച എഡിറ്റിംഗിനും തിരക്കഥയ്ക്കുമാണ് മറ്റ് അവാർഡുകൾ. പ്രാദേശിക വിഭാഗത്തിൽ സൗദി വെള്ളയ്ക്കാണ് മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം. പൊന്നിയൻ സെൽവൻ തമിഴിലെയും KGF 2 കന്നഡയിലെയും മികച്ച ചിത്രങ്ങളായി. മികച്ച പശ്ചാത്തല സംഗീതം AR റഹ്മാനാണ്. മികച്ച സംഗീത സംവിധായകൻ പ്രീതം. സൗദി വെള്ളക്കയിലെ ഗാനാലാപനത്തിന് ബോംബെ ജയശ്രീ മികച്ച ഗായികയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഋഷഭ് ഷെട്ടിയെ നടനായും നിത്യ മേനോനെ നടിയായും തെരഞ്ഞെടുത്തു. The best feature film in the whole this thing
has been a Malayalam film called Attam. The best Malayalam film is Saudi Velaka, which is Saudi Baby Coconut CC225209. That's the name. Producers Urvashi Theatres and directors Tarun Murthy. The best editing goes to a Malayalam film called Attam, The Ploy. The editor is Mahesh Bhuvanan. Best screenplay writer is Attam, the Malayalam film Attam, from the Anand Ekarashi, and dialogue writer is Gulmohar. Best female playback singer is Saudi Velaka CC225209. Malayalam film, the singer is Bombay Jayashree. The best child artist is in the film Malika Poonam. The child artist is Sripath. മികച്ച നടിക്കുള്ള പുരസ്കാരം നിത്യ മേനോൻ മാനസി പരേഖുമായി പങ്കിടുകയായിരുന്നു. ഹരിയുടെ റിപ്പോർട്ടിലേക്ക്. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ തെന്നിന്ത്യൻ സിനിമയ്ക്കും മലയാള സിനിമയ്ക്കും ഒട്ടേറെ അഭിമാനകരമായ നിമിഷങ്ങളാണ് സമ്മാനിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട ഋഷഭ് ഷെട്ടിയെക്കുറിച്ചാണ്. കാന്താര എന്ന സിനിമ തന്റെ ഒറ്റ ഷോൾഡർ കൊണ്ട് സിനിമ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ ഇന്ത്യൻ സിനിമയിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട കഥാപാത്രമായി ഋഷഭ് ഷെട്ടിയുടേത് മാറി. കന്നഡ സിനിമാ ലോകം KGF-ൽ മാത്രമായി ഒതുങ്ങി നിന്നപ്പോൾ കാന്താര എന്ന പേരും കൂടി എഴുതി ചേർക്കപ്പെട്ടു. അവസാന ലാപ്പിൽ കുഞ്ചാക്കോ ബോബനും മമ്മൂട്ടിയും കഠിനമായി പരിശ്രമിച്ചപ്പോഴും ഋഷഭ് ഷെട്ടി അവാർഡ് വാരിക്കൂട്ടുകയായിരുന്നു. മികച്ച നടിയായി നിത്യ മേനോൻ തിരുച്ചിത്രമ്പലത്തിലൂടെ തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകർക്ക് മുന്നിൽ വീണ്ടും ഞെട്ടിച്ചു. ഏറ്റവും എടുത്തു പറയേണ്ടത് മലയാള ചിത്രമായ ആട്ടത്തെക്കുറിച്ചാണ്. 3 അവാർഡുകളാണ് ആട്ടം എന്ന സിനിമ സ്വന്തമാക്കിയത്. മികച്ച ചിത്രമായ ആട്ടം തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മികച്ച തിരക്കഥയും ആനന്ദ് ഏകർഷിയുടെ ആട്ടം എന്ന സിനിമ നേടുകയും ചെയ്തു. മികച്ച എഡിറ്റിംഗും ആട്ടം എന്ന സിനിമയ്ക്കായിരുന്നു. മികച്ച മലയാള ചിത്രമായി സൗദി വെള്ളയ്ക്ക തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച പിന്നണി ഗായികയായി ബോംബെ ജയശ്രീ സൗദി വെള്ളയ്ക്കയിലൂടെ അവാർഡ് നേടി. മികച്ച തെലുങ്ക് ചിത്രമായി കാർത്തികേയ 2 നേടിയപ്പോൾ മികച്ച കന്നഡ ചിത്രമായി KGF 2 മാറി. മികച്ച തമിഴ് ചിത്രമായി പൊന്നിയിൻ സെൽവൻ മദ്രാസ് ടാക്കീസിന്റെ ബാനറിൽ മണിരത്നം സംവിധാനം ചെയ്യുകയും ചെയ്തു. മികച്ച നൃത്ത സംവിധാനത്തിനും തിരുച്ചിത്രമ്പലത്തിന് അവാർഡുണ്ട്. മികച്ച ആക്ഷൻ കൊറിയോഗ്രാഫിക്ക് അൻപറിവ് മാസ്റ്റേഴ്സിന്റെ KGF എന്ന ചിത്രത്തിലൂടെ നേടുകയും ചെയ്തു. മികച്ച ബാലതാരമായി ശ്രീപത്ത് മാളികപ്പുറം എന്ന സിനിമയിലൂടെ മലയാളി പ്രേക്ഷകരെ ഞെട്ടിച്ചതുപോലെ തന്നെ ജൂറിയെയും ഞെട്ടിച്ചു. പൊന്നിയിൻ സെൽവൻ എന്ന ചിത്രത്തിലൂടെ മികച്ച പശ്ചാത്തല സംഗീതത്തിന് AR റഹ്മാന് അവാർഡ് കിട്ടി. 6ാമത്തെ നാഷണൽ അവാർഡാണ് AR റഹ്മാൻ സ്വന്തമാക്കുന്നത്. ബ്രഹ്മാസ്ത്ര എന്ന സിനിമയിലൂടെ മികച്ച ഗാനത്തിനുള്ള ദേശീയ പുരസ്കാരം പ്രീതവും സ്വന്തമാക്കി. വീണ്ടും ഒരു ദേശീയ അവാർഡ് കൂടി മാറുമ്പോഴേക്കും മലയാള സിനിമയ്ക്കും തെന്നിന്ത്യൻ സിനിമയ്ക്കും ഒരു വലിയ നേട്ടം സ്വന്തമാക്കിക്കൊണ്ടാണ് ഈ അവാർഡും മാറുന്നത്. അടുത്ത വർഷത്തേക്ക് ഇതുപോലെ തന്നെ ഒരു മുന്നേറ്റം തെന്നിന്ത്യൻ സിനിമയ്ക്കും നേടാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, ന്യൂസ് 18. മലയാളത്തിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് ആട്ടത്തിന്റെ നേട്ടം. കൂട്ടായ്മയുടെയും ആത്മാർത്ഥതയുടെയും വിജയമാണ് ആട്ടം സിനിമയ്ക്ക് ലഭിച്ച അംഗീകാരങ്ങളെന്ന് ആട്ടത്തിലെ അഭിനേതാവ് മദൻ ബാബു ന്യൂസ് 18നോട് പറഞ്ഞു. പരീക്ഷണ ചിത്രമായിരുന്നിട്ടും അത് നിർമ്മിക്കാൻ കൂടെ നിന്ന അജിത് ജോയിയോടും തിയേറ്ററിലും OTT-യിലും ഏറ്റെടുത്ത പ്രേക്ഷകരോടും നന്ദിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ വളരെ സിൻസിയറായി കലയിൽ ഏർപ്പെടുന്ന ഒരു സംഘം ആളുകളാണ്. വർഷങ്ങളായി ഞങ്ങൾ എല്ലാവരും അടുത്തറിയുന്ന ആളുകളാണ്. ഞങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരാളാണ് ആനന്ദ് ഏകർഷി. അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ വിനയ് ഫോർട്ടിന്റെ പരിശ്രമഫലമായിട്ടാണ് ഇത്തരമൊരു സിനിമ ഉണ്ടാവുന്നത്. അതിന് പരീക്ഷണ സ്വഭാവമുള്ളൊരു സിനിമയായിട്ട് പോലും അത് നിർമ്മിക്കാൻ ധൈര്യം കാണിച്ച് ഞങ്ങളോടൊപ്പം കൂടെ നിന്ന അജിത് ജോയ് സാറുണ്ട്. എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ സിനിമയെ തിയേറ്ററിലും അതിനുശേഷം OTT-യിലും ഏറ്റെടുത്ത എല്ലാ പ്രേക്ഷകരോടും വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. ഈ ഒരു സന്തോഷ വാർത്തയാകുമ്പോൾ തന്നെ കലാരംഗത്ത് കുറെ കൂടി ഉത്തരവാദിത്വ ബോധവും ഒക്കെ നമുക്ക് നൽകുന്ന ഒരു അംഗീകാരമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. മലയാളത്തിന്റെ ഈ അഭിമാനത്തിൽ പങ്കാളിയാവാൻ, ഈ ചരിത്ര മുഹൂർത്തത്തിൽ പങ്കാളിയാവാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. മാളികപ്പുറം സിനിമയുടെ മുഴുവൻ ടീമിനുമുള്ള അംഗീകാരമാണ് മികച്ച ബാലതാരത്തിനുള്ള തന്റെ പുരസ്കാരമെന്ന് അവാർഡ് നേടിയ ശ്രീപത് ന്യൂസ് 18നോട് പറഞ്ഞു. അവാർഡ് അപ്രതീക്ഷിതമായിരുന്നുവെന്നും അതിയായ സന്തോഷമുണ്ടെന്നും ശ്രീപത് പറഞ്ഞു. എനിക്ക് കിട്ടിയത് ഇത് എനിക്ക് മാത്രമല്ല ഫുള്ള് എന്ന് പറഞ്ഞാൽ മാളികപ്പുറം ടീം
ഫുള്ളിനുള്ളൊരു അവാർഡ് ആയിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഞാനും അമ്മയും കൂടെ വെറുതെ ഇരുന്ന സിനിമ കാണുമായിരുന്നു. ആ ടൈമില് പെട്ടെന്ന് അമ്മയുടെ ഒരു ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ നമ്മൾ ആദ്യം ഞെട്ടി, പിന്നെ പ്രാങ്ക് ആണെന്ന് വിചാരിച്ചു. ഇനി ജസ്റ്റ് ഒന്ന് വാർത്ത വെറുതെ വെച്ച് നോക്കുമ്പോ എന്റെ പിക്ചർ അടക്കം വന്നു. എന്നെ സന്തോഷമായി, ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലേക്ക് വന്നാൽ മികച്ച നടനും സംവിധായകനും ഉൾപ്പെടെ അവാർഡുകൾ വാരിക്കൂട്ടിയ ആടുജീവിതം. ആടുജീവിതത്തിലെ നജീബിനെ അനശ്വരമാക്കിയ പൃഥ്വിരാജ് സുകുമാരനാണ് മികച്ച നടൻ. ഉള്ളൊഴുക്കിലെയും തടവിലെയും അഭിനയങ്ങൾക്ക് ഉർവശിയും ബീന ആർ ചന്ദ്രനും മികച്ച നടിക്കുള്ള പുരസ്കാരം പങ്കിട്ടു. കാതലാണ് മികച്ച ചിത്രം. മികച്ച ജനപ്രിയ ചിത്രമായ ആടുജീവിതം 9 പുരസ്കാരങ്ങൾ സ്വന്തമാക്കി. മികച്ച സംവിധായകനും മികച്ച തിരക്കഥയ്ക്കുമുള്ള അവാർഡുകൾ ആടുജീവിതത്തിന്റെ സംവിധായകനും തിരക്കഥാകൃത്തുമായ ബ്ലസ്സിക്കാണ്. മികച്ച പിന്നണി ഗായകൻ വിദ്യാധരൻ മാസ്റ്റർ. മികച്ച സംവിധായകൻ ബ്ലസ്സി. ചിത്രം ആടുജീവിതം. 2 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച നടൻ പൃഥ്വിരാജ് സുകുമാരൻ. ചിത്രം ആടുജീവിതം. 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച നടി 2 ആളുകളാണ്. ഒന്ന് ഉർവശി, 2 ബീന ആർ ചന്ദ്രൻ. ചിത്രങ്ങൾ 1 ഉള്ളൊഴുക്ക്, 2 തടവ്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച ചിത്രം കാതൽ. സംവിധായകൻ ജിയോ ബേബി. നിർമ്മാതാവ് മമ്മൂട്ടി കമ്പനി. നിർമ്മാതാവ് 2 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ആടുജീവിതത്തിന് 9 അവാർഡുകൾ ലഭിച്ചതിൽ സന്തോഷമെന്ന സംവിധായകൻ ബ്ലസ്സി. അതേസമയം ചിത്രത്തിലെ ഗാനങ്ങൾ അംഗീകരിക്കപ്പെടാത്തതിൽ നേരിയ വിഷമവും ബ്ലസ്സി പങ്കുവച്ചു. 9 അവാർഡുകളുടെ തിളക്കത്തിലാണ് ആടുജീവിതം. നമുക്കൊപ്പം കാഴ്ചയുടെ പളുങ്ക് തന്മാത്രകൾ എന്നും മലയാളിക്ക് സമ്മാനിച്ചിട്ടുള്ള ശ്രീ ബ്ലസ്സി ചേരുന്നു. വലിയ സന്തോഷത്തിന്റെ ദിവസം. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. സിനിമയ്ക്ക് പ്രത്യേകിച്ച് മുഖ്യമായ സംവിധാനം, അഭിനയം, തിരക്കഥ, ക്യാമറ, സൗണ്ട്, ഇങ്ങനെയുള്ള മുഖ്യമായ മേക്കപ്പ്, ഇങ്ങനെയൊക്കെയുള്ള അവാർഡുകൾ സിനിമയ്ക്ക് ലഭിച്ചു എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വലിയൊരു എഫർട്ടിന്റെ അംഗീകാരമാണ്. ഒരു വലിയൊരു കൃതി, മലയാളി സുപരിചിതമായൊരു കൃതി, അങ്ങനെ അത് തിയേറ്ററിലേക്ക് എത്തുമ്പോൾ ഇത്ര കണ്ട നമുക്ക് അംഗീകാരം എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരിൽ നിന്നാണ്. ഈ സിനിമയുടെ ഏറ്റവും മികച്ച അംഗീകാരവും അവാർഡും എല്ലാം ഈ ലോകമെമ്പാടുമുള്ള മലയാളികൾ മാത്രമല്ല, ഈ സിനിമ കണ്ടിട്ടുള്ള സിനിമയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു മറ്റൊരു തലത്തിൽ ഒരു അക്കാഡമിയുടെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു അംഗീകാരമായിട്ടാണ് എന്നെ കാണുന്നത്. അതാണ് ഏറ്റവും ഇതായിട്ടെന്ന് വെച്ചാൽ ഇത്ര ഒരു സിനിമയെ, ഒരു ക്ലാസിക് സ്വഭാവമുള്ള ഒരു സിനിമയെ കൂടുതൽ പ്രേക്ഷകർ കാണുക എന്ന് പറയുന്നത് അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട്. ജീവനകാലത്തായിരുന്നു, കോവിഡിൻ്റെ എല്ലാ സമയത്തായിരുന്നു ചിത്രീകരണം. ആ ഒരു ഹാർഡ് വർക്കിന് കിട്ടിയ ഒരു വലിയ അംഗീകാരം. അതെ, ഈ സിനിമയുടെ ഇപ്പം കോവിഡ് എന്ന് പറഞ്ഞത് എന്നെപ്പോലെ തന്നെ നിങ്ങളും ഓരോരുത്തരും അതിൻ്റേതായിട്ടുള്ള ചെറുതും വലുതുമായ പ്രയാസങ്ങളും കടന്നിട്ടാണ്. പക്ഷെ നമ്മൾ മറ്റൊരു നാട്ടിൽ പോയി ഈ ഒരു ഡെസേർട്ടിനുള്ളിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന തിരിച്ചിനി നാട്ടിലേക്ക് മടങ്ങാൻ സാധിക്കുമോ എന്ന് പറയുന്നതിൻ്റെ ഒരു ആദ്യമാണ്. അപ്പോൾ ഇത് എൻ്റെ പ്രയാസം മാത്രമല്ല, ഞാനാണ്ട് 10-75 ആൾക്കാരുടെ പ്രയാസങ്ങളെ കൂടെ നിർത്തുക, താങ്ങി നിർത്തുക എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയൊരു എഫേർട്ടുണ്ട്. അപ്പം അത് ആണ് അതിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എനിക്ക് മാത്രമല്ല, ഈ സിനിമ എന്നോടൊപ്പം നേരിടുന്നിട്ടുള്ള ഓരോരുത്തർക്കും അത് മനസ്സിൽ തോന്നുന്ന സന്തോഷം തന്നെയായിരിക്കും. ഒരു കാര്യം കൂടി, വളരെ പ്രധാനപ്പെട്ടായിരുന്നു ഈ ചിത്രത്തിലെ സംഗീതമല്ല, അത് വലിയ രീതിയിൽ പരിഗണിക്കപ്പെടാതെ പോയി, അങ്ങനെ ഒരു തോന്നുന്നുണ്ട്? തീർച്ചയായിട്ടും ഈ സിനിമയുടെ ഏറ്റവും വലിയ ജീവനും ആത്മാവുമായിരുന്നു ഇതിലെ റഹ്മാൻ സാർ ഒരുക്കിയ റെക്കോർഡിംഗ് മ്യൂസിക്. ഒപ്പം തന്നെ വളരെ വ്യത്യസ്തമായ ഏതാണ്ട് ഒരു 4 പാട്ടുകൾ, വളരെ അറബ് സോങ്ങും പലസ്തീനിയൻ സോങ്ങും മലയാളത്തിലുള്ള സോങ്ങും ഒക്കെ വളരെ മനോഹരമായിട്ട് ലോകം മുഴുവൻ ചെറിയ കുട്ടികൾ മുതൽ പാടി നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പം പ്രത്യേകിച്ച് അത്രയും വലിയൊരു ലെജൻഡിനെ
കാണാൻ പോയത് എന്തുകൊണ്ടെന്ന് അറിയത്തില്ല. അത് നാളെ കേരളം തീർച്ചയായിട്ടും സംസാരിക്കുന്ന ഒരു വിഷയം തന്നെയായിരിക്കും. ആശംസകൾ. താങ്ക് യു. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വലിയ സന്തോഷവും എല്ലാം തന്നെ നിറയുന്നു എങ്കിൽ കൂടിയും ആ സംഗീതം ചിത്രത്തിലെ പ്രധാനപ്പെട്ടതായിരുന്നു. അത് വേണ്ടത്ര ശ്രദ്ധ നേടാതെ പോയി. അതെന്തുകൊണ്ടെന്നറിയില്ല. നാളെ അത് കേരളം ചർച്ച ചെയ്യും എന്ന് തന്നെ അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. പ്രേക്ഷകർ സ്വീകരിച്ച ആടുജീവിതത്തെ ഇപ്പോൾ ജൂറിയും അംഗീകരിച്ചതായി നോവലിസ്റ്റ് ബെന്യാമിൻ. ആടുജീവിതത്തിന് ഇത്രയധികം അവാർഡുകൾ ലഭിച്ചതിൽ സന്തോഷമുണ്ട്. ചില മേഖലകളിൽ അവാർഡ് ലഭിക്കാത്തതിൽ സംവിധായകൻ ബ്ലസി പറഞ്ഞതിനോട് യോജിക്കുന്നു. എന്നാൽ ജൂറിയുടെ അന്തിമ തീരുമാനം അംഗീകരിക്കുന്നതായും ബെന്യാമിൻ പറഞ്ഞു. വളരെ വളരെ സന്തോഷം. ആടുജീവിതം എന്ന നോവലിനെ ആസ്പദമാക്കി സാറ് സംവിധാനം ചെയ്ത സിനിമ ഇത്രയധികം പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ നിശ്ചയമായിട്ടും ഹൃദയം നിറഞ്ഞു കവിയാണ്. കാരണം ബ്ലസി എന്ന സംവിധായകൻ ആ സിനിമയ്ക്ക് പിന്നാലെ നടന്ന അലഞ്ഞ വർഷങ്ങൾ ഓരോന്നും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട്. നീണ്ട 16 വർഷക്കാലമാണ് അദ്ദേഹം ആ സിനിമയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചത്. അതിന് ജനങ്ങൾ തിയേറ്ററിൽ അംഗീകാരം നൽകി, വലിയ സ്വീകാര്യത ലഭിച്ചു. തുടർന്ന് ഇപ്പോൾ ജൂറിയും അത്തരത്തിൽ അതിനെ അംഗീകരിച്ചിരിക്കുന്നു എന്ന് കേൾക്കുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. സിനിമാ പ്രവർത്തകരുടെ, സിനിമയിലെ മുഴുവൻ അഭിനേതാക്കളുടെ, ക്രൂകളുടെ ഒക്കെ ആഹ്ലാദത്തിനൊപ്പം ഞാനും പങ്കുചേരുകയാണ്. അതെ, തീർച്ചയായിട്ടും. സാധാരണ കഥകൾ കൊടുത്ത് എഴുത്തുകാരൻ മാറി നിൽക്കുകയാണ്, അല്ലെങ്കിൽ എഴുത്തുകാരനെ മാറ്റി നിർത്തുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ആടുജീവിതത്തിൻ്റെ കേസിൽ സമ്പൂർണ്ണമായും ആ ഷൂട്ടിങ്ങിനോടൊപ്പം ഉണ്ടാവുകയും തിരക്കഥാ ചർച്ചയുടെ ഭാഗമാവുകയും നിരന്തരം കൊടുക്കുവാങ്ങലുകൾ ഉണ്ടാവുകയും ലൊക്കേഷനിൽ നിരന്തരം ഇടപെട്ട് പ്രവർത്തിക്കുകയും പൃഥ്വിരാജിനെ പോലെയുള്ള ഒരു വലിയ നടൻ പോലും അഭിപ്രായങ്ങൾ നമ്മളോട് വന്ന് ചോദിക്കാനുള്ള ഒരു വലിയ വിശാല മനസ്കത ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ക്രൂവിലുണ്ടായിരുന്ന എല്ലാവരും പരസ്പരം ഇത് ഞങ്ങളുടെ സിനിമയാണ്, ഞങ്ങൾ ചെയ്യേണ്ട സിനിമയാണ് എന്നൊരു ബോധ്യത്തോടു കൂടി ചെയ്തതിൻ്റെ ഒരു ഫലമാണ് 9-ലധികം അവാർഡുകൾ ഇതിന് നേടിയത് എന്ന് ഞാൻ വിചാരിക്കും. എനിക്കും വലിയ രീതിയിലുണ്ട്. കാരണം AR റഹ്മാൻ ഉണ്ടായിരുന്നു, റഫീഖ് അഹമ്മദിനുണ്ടായിരുന്നു, മനോഹരമായ വരികളുണ്ട്. പക്ഷേ അത് തീർച്ചയായിട്ടും ജൂറിയുടെ അന്തിമ തീരുമാനമാണ്. അതിനെ ചോദ്യം ചെയ്യാൻ പാടുള്ളതല്ല. ഞാനും ജൂറിയായിട്ട് മുൻ വർഷങ്ങളിൽ പ്രവർത്തിച്ചുള്ള ഒരാളാണ്. അതുകൊണ്ട് ജൂറി എങ്ങനെയാണ് തീരുമാനമെടുക്കുന്നതെന്നതിനെ സംബന്ധിച്ച് എനിക്ക് കൃത്യമായ ധാരണയുണ്ട്. അവർ വലിയ ചർച്ചകൾ നടത്തിയിട്ടായിരിക്കും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എടുത്തത്. പക്ഷേ ആടുജീവിതത്തിൻ്റെ ഒരു ഭാഗം എന്ന നിലയിൽ അതിന് പുരസ്കാരം ലഭിക്കാതെ പോയതിലൊരു വിഷമം. ആടുജീവിതത്തിന് പുരസ്കാരങ്ങൾ ലഭിച്ചതിൽ അതിയായ സന്തോഷമെന്ന് ആടുജീവിതത്തിലെ യഥാർത്ഥ നായകൻ നജീബ് പ്രതികരിച്ചു. ഹലോ, നമസ്കാരം. ആടുജീവിതം എന്ന സിനിമയ്ക്ക് ഇപ്പോൾ അവാർഡ് കിട്ടുന്നതിനകത്ത് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ലോകം മൊത്തം വീണ്ടും ഈ ആടുജീവിതത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. ഇന്നും അഭിനയിച്ച പൃഥ്വിരാജിനും ബ്ലസി സാറിനും മറ്റുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയം തന്നെ സന്തോഷം ഞാൻ അറിയിച്ചു കൊള്ളുന്നു. കാരണം ലോകം മൊത്തം ഇപ്പം സിനിമ ഇറങ്ങിയാൽ പിന്നെ ലോകം മൊത്തം അറിഞ്ഞു. ഇപ്പോൾ ഈ അവാർഡുകൾ കിട്ടുമ്പോൾ ലോകം മൊത്തം വീണ്ടും ആടുജീവിതത്തെക്കുറിച്ച് അറിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത്രയും ഞാൻ അന്ന് അനുഭവിച്ച കാര്യത്തെപ്പറ്റി ഇത്രയും ലോകം മൊത്തം അറിയാൻ സാധിച്ചതിനകത്ത് വളരെ സന്തോഷമുണ്ട്. പുരസ്കാര നേട്ടം ഉള്ളൊഴുക്കെന്ന സിനിമയ്ക്ക് വേണ്ടി തന്നെ കാത്തിരുന്ന സംവിധായകൻ ക്രിസ്റ്റോയ്ക്ക് സമർപ്പിക്കുന്നതായി മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ ഉർവശി. കഷ്ടപ്പെട്ട് ചെയ്ത സിനിമയാണെന്നും അഭിനയിക്കുമ്പോൾ അവാർഡിനെപ്പറ്റി ചിന്തിച്ചിരുന്നില്ല എന്നും ഉർവശി പറഞ്ഞു. തീർച്ചയായിട്ടും അല്ല, ഒരിക്കലും നമ്മൾ അഭിനയിക്കുമ്പോൾ അവാർഡ് നമ്മുടെ മുമ്പിൽ വരാറില്ല. ഡയറക്ടറാണ് ആദ്യത്തെ അവാർഡ് തരുന്ന ആൾ. അപ്പൊ അദ്ദേഹം പറയുന്നത് ഓക്കെ പറയുന്നതാണ് ഏറ്റവും വലിയ അവാർഡ്. പിന്നെ പടം റിലീസ് ചെയ്ത് നിങ്ങൾ മീഡിയയിലുള്ള എത്രയോ പേര് അപ്രീഷിയേറ്റ് ചെയ്തു. ഓരോരുത്തരും അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഓരോ പുരസ്കാരങ്ങളാണ്. പടം കണ്ട പ്രേക്ഷകർ ഓരോ തവണ നന്നായിരിക്കുന്നു എന്ന് പറയുമ്പോഴും ഹൃദയപൂർവ്വം ഒരു പുരസ്കാരമായിട്ടാണ് ഞാനത് സ്വീകരിക്കുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും സർക്കാർ തലത്തിൽ നിന്ന് അതിന്റെ ഒരു അംഗീകാരമായിട്ട് നമുക്കൊരു സ്കൂളിലൊരു പ്രോഗ്രസ് റിപ്പോർട്ടിൽ തന്നെ ഒരു മാർക്ക് കിട്ടുന്ന പോലെയാണ്, ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന പോലെ. ഒരു വലിയ സന്തോഷമുണ്ട്. അല്ല, അങ്ങനെ നമ്മൾ എണ്ണീട്ടില്ല, തന്നത് ഒക്കെ വലിയ സന്തോഷം. 6ാമത്തെ അവാർഡാ. പാർവതി ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് അത്രയും നന്നായിട്ട് ഒരു ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പം തീർച്ചയായിട്ടും പാർവതി അതിൽ തീർച്ചയായിട്ടും അർഹിക്കുന്നു ആ കുട്ടി. അത് എനിക്ക് തോന്നുന്നുണ്ട്. പാർവതിയും അത്രയും മികച്ച പ്രകടനമായിരുന്നല്ലോ നടത്തിയിരുന്നത്. ആ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താ പറയുക, ഫിസിക്കലായിട്ടും
മാനസികമായിട്ടൊക്കെ ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിച്ചെന്നാ ചെയ്തിരുന്നത്. കാരണം അരയ്ക്കൊപ്പം വെള്ളം, രാവിലെ മുതൽ വൈകുന്നേരം ഷൂട്ടിംഗ് തീരുന്നവരെ ഒരു 7 മണി 7:30 വരെ ആ വെള്ളത്തിലാണ് നിൽക്കുന്നത്. പിന്നെ വേണം റൂമിൽ പോകാൻ. അപ്പം എൻ്റെ കാലൊക്കെ കുറെ കറുത്തുപോയി ഇപ്പോഴും. പിന്നെ എന്താ പറയുക വെച്ചാൽ കരയത്തില്ല എന്ന് ഞാനാ പറഞ്ഞത് ആ ഡയറക്ടറോട്. കാരണം കുറെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു ആ ഡയറക്ടർ. അപ്പം ഇതങ്ങനെ ഒരു ഫുൾ ഡാർക്ക്, കാരണം 44 ദിവസത്തോളം ഷൂട്ടിങ് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ചേച്ചിക്ക് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് തീരുമാനിക്കുന്നു, അങ്ങനെ ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ കരയാതെ കരയുന്നതാണ് ഏറ്റവും പ്രയാസം എന്ന് ഞാൻ ചിന്തിച്ചില്ല. കരഞ്ഞാൽ അതങ്ങ് പെയ്തൊഴിയും. ഇത് കരയാതെ ഇവിടം വരെ വെച്ച് നിർത്തുന്നത്. എനിക്ക് വൈകിട്ട് പോകുമ്പോൾ ഒരു 2ാമത്തെ 3ാമത്തെ ദിവസം ഈ ഞരമ്പൊക്കെ വേദന എടുക്കുക. കാരണം ഇങ്ങനെ വെച്ച് പിടിക്കണ്ടേ. ഇതിങ്ങനെ ദിവസവും ആയി നോക്കിയപ്പോ ഒരു തുള്ളി എന്ന് പറയുന്നത് വീട് വീണ് ഒരു കടലാവുന്നത് ഒറ്റ ദിവസം കൊണ്ടല്ലോ. ഒരു 40 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ശരീരമായിട്ടങ്ങ് ക്ഷീണിച്ചു. രാവിലെ വരുമ്പോ ഇങ്ങനെ അങ്ങ് നിൽക്കുക. പിന്നെ എന്റെ ഒരു തലകുത്തി മറിച്ചിലുണ്ടല്ലോ, ഞാനായിട്ട് സ്മാർട്ട് ആവാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. അല്ലാതെ എന്താ ചെയ്യുന്നത്? കാരണം എല്ലാരും ഡള്ള്, കൊച്ചൊരു വീട്, ഒരു മരണ വീട്, ഒരു ഡെഡ് ബോഡിയും വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഇങ്ങനെ അതുപോലെ തന്നെ നിൽക്കാൻ, മരണ വീട് പോലെ. ഞാൻ മാത്രം ഒച്ച എടുത്ത് തമാശ ഉണ്ടാക്കി പറയും. ഷോർട്ട് കട്ട് പറഞ്ഞാൽ അപ്പൊ ആലോചിക്കുമ്പോ എനിക്ക് തോന്നുന്നു ഇനി ഒരു പ്രാവശ്യം കൂടെ അങ്ങനെ ചെയ്യുന്ന അങ്ങനെ ചിന്തിക്കാൻ വയ്യ. പല സിനിമകളും അച്ഛൻ്റെ അമ്മ ഞാൻ അങ്ങനെ ചെയ്ത സിനിമയാണ്. അങ്ങനെ ചെയ്ത പല സിനിമകളും എനിക്ക് ആ ഡയറക്ടേഴ്സിനോട് ഒരുപാട് നന്ദി തോന്നിയിട്ടുണ്ട്. കാരണം ആ റൈറ്റേഴ്സിനോടും എന്നെ അവർ നിർബന്ധിച്ചത് വെറുതെ ഒരു സിനിമ ഓടാൻ വേണ്ടി മാത്രമല്ലല്ലോ എന്നുള്ളത്. എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുന്നു. കാരണം ക്രിസ്റ്റോയെ ഞാൻ ഈ ഒരു അവസരത്തിൽ എന്നെക്കാട്ടി ഇളയതാണ്, എൻ്റെ അനിയനെ പോലെയാണ്. എനിക്ക് വേണ്ടി കാത്തിരുന്ന് ഓരോ വർഷം വിളിക്കുമ്പോഴും ഞാൻ ചിലപ്പോ ഒക്കെ ചൂടായിട്ടുണ്ട്. എനിക്ക് ആർക്കും അഭിനയിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്റ്റോ, വെരി സോറി ക്രിസ്റ്റോ. ഞാൻ ഈ പുരസ്കാരം തീർച്ചയായിട്ടും അത് ക്രിസ്റ്റോയ്ക്ക് കൊടുക്കേണ്ടതാണ്. മറ്റു പുരസ്കാര ജേതാക്കളുടെ പ്രതികരണത്തിലേക്ക്. ഒരുപാട് സന്തോഷം. ഞാൻ സ്കൂളിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വിവരം അറിഞ്ഞത്. വാക്കുകളില്ല സന്തോഷം എക്സ്പ്രസ് ചെയ്യാനായിട്ട്. IFFK കഴിഞ്ഞപ്പോഴാണ് ഈ സിനിമ ആളുകൾ ശ്രദ്ധിച്ചു എന്ന് മനസ്സിലായത്. അഭിനയത്തെക്കുറിച്ച് കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളുകൾ, അവാർഡൊക്കെ കിട്ടും എന്നൊക്കെ. പക്ഷേ എനിക്ക് പേടിയായിരുന്നു, അങ്ങനെ പ്രതീക്ഷിക്കാൻ തന്നെ പേടിയായിരുന്നു. എന്തായാലും ഇങ്ങനൊരു അവാർഡ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. ഉർവശി ചേച്ചിയുടെയൊക്കെ കൂടെ ഇരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒരിക്കലും സ്വപ്നം കണ്ടിട്ട് പോലും ഇല്ല അങ്ങനെയൊന്നും. ഒരുപാട് സന്തോഷം. മുമ്പൊക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ട്? എനിക്ക് അവാർഡൊന്നും കിട്ടിയിട്ടില്ല. ഞാനൊരു സിനിമയ്ക്ക് IFFKയില് നവാഗത സംവിധായകനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ജനപ്രിയ ചിത്രത്തിനുള്ള അവാർഡും കിട്ടി, 2 അവാർഡ്. പിന്നെ കുറേ ഫെസ്റ്റിവലുകളിൽ ജിയോമാമി, അതുപോലെ ചൈനയിലെ ഫെസ്റ്റിവല്, ഡൽഹി, പൂനെ, ഇപ്പൊ മെൽബണില്, ഇന്നാണ് മെൽബണിലെ ഫെസ്റ്റിവലിന്റെ അതിൽ ബെസ്റ്റ് ആക്ടർ നോമിനേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ നല്ല സിനിമയ്ക്കുള്ള തടവിനും നോമിനേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരെ അറിയിച്ചിട്ടില്ല, അത് ഉണ്ടാവാൻ സാധ്യതയില്ല. ഇത് അവര് ആര് മെൽബൺ അവര് അറിയിച്ചു അവര് വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വർഷം മുമ്പ് ചെയ്തതല്ലേ അത്. തിയേറ്ററിൽ വന്നു, ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞു. ഇപ്പത്തെ ഇങ്ങനെ ഒരു അവാർഡ് കിട്ടി, സന്തോഷം. അഭിനയം ഒരു ബുദ്ധിമുട്ടല്ലല്ലോ. ബുദ്ധിമുട്ടി അഭിനയിച്ചു കഴിഞ്ഞാൽ കുഴപ്പമാണ്. ബുദ്ധിമുട്ടില്ലാതെ അഭിനയിക്കുമ്പോഴാ ശരിയായിട്ട് അഭിനയം ആകുന്നത്. എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയില്ല. എന്താ നിമിഷം നല്ല സന്തോഷം. ഇത് അംഗീകാരം ഒരു പാട്ടുകാരൻ എന്നുള്ള എനിക്ക് കിട്ടി. ഇപ്പോൾ അങ്ങനെ അനൗൺസ് ചെയ്തു കേട്ടു, ഞാൻ അറിഞ്ഞില്ല. നിങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. എന്തായാലും സന്തോഷമേ ഉള്ളൂ. പാട്ട് സംഗീതം ചെയ്ത് ഒരുപാട് കാലമായിട്ട് പാട്ടുണ്ടാക്കണതാ. അതിനല്ല, പാട്ടുകാരനായിട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ എനിക്ക് അത്ഭുതം സഹിക്കാൻ വയ്യ. എന്തൊരു അനുഗ്രഹം തന്നെ. ഒരുപാട് നാളായിട്ട് എന്നെ ഇങ്ങനെ കളിപ്പിക്കുന്ന ഒരു അവാർഡായിരുന്നു സ്റ്റേറ്റ് അവാർഡ്. അതിപ്പോ കയ്യിലെത്തി. സോ വെരി വെരി ഹാപ്പി. നൗ വെൻ യു ലുക്ക് ബാക്ക്, ഇറ്റ് ഈസ് ദ മോസ്റ്റ് സാറ്റിസ്ഫൈങ് എക്സ്പീരിയൻസ്. ബട്ട് വെൻ വി വെന്റ് ത്രൂ ഇറ്റ് വി തോട്ട് വി വിൽ നെവർ മേക്ക് ഇറ്റ്. പ്രത്യേകിച്ചും കോവിഡിന്റെ സമയത്ത് മറ്റൊരു രാജ്യത്ത്, മരുഭൂമിയിൽ, നാട്ടിലെ ഫാമിലിക്ക് എന്താകുന്നു, അവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടി ഒരു ഫാമിലിയെ പോലെ ജീവിച്ച് ഒരു സിനിമ ഉണ്ടാക്കുക. ആ സിനിമ ഇത്രത്തോളം ജനങ്ങളുടെ അക്സെപ്റ്റൻസ് ഉണ്ടാകുക, ക്രിറ്റിക്സിന്റെ അക്സെപ്റ്റൻസ് ഉണ്ടാകുക, ഇത്രയധികം റെക്കഗ്നിഷൻസ് വാരിക്കൂട്ടുക, ഇതെല്ലാം ഇതിനൊക്കെ വേണ്ടി ആയിരുന്നു ഒരു പക്ഷേ കഴിഞ്ഞ 6 വർഷം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പണിയെടുത്തതെന്ന് ഇപ്പൊ ആലോചിക്കുമ്പോൾ വളരെയധികം മധുരമുള്ള ഒരു സ്വപ്നമായി തോന്നുന്നു. ഇടവേള. വാർത്തകൾ തുടരുന്നു. ജമ്മു കാശ്മീർ, ഹരിയാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു. ജമ്മു കാശ്മീരിൽ 3 ഘട്ടമായും ഹരിയാനയിൽ ഒറ്റഘട്ടമായുമാണ് വോട്ടെടുപ്പ് നടക്കുക.
സെപ്റ്റംബർ 18, 25, ഒക്ടോബർ 1 തീയതികളിലാണ് വോട്ടെടുപ്പ്. ഒക്ടോബർ 1-നാണ് ഹരിയാനയിൽ വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ ഒക്ടോബർ 4-ന് നടക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറാണ് തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജമ്മുകാശ്മീരിലും ഹരിയാനയിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സന്ദർശനം നടത്തിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം വർദ്ധിച്ചതായും അദ്ദേഹം പറഞ്ഞു. Elections in J&K will be held in 3 phases. So this is a shorter period. This is a much shorter period, much shorter than even the parliamentary elections, which were 5. 20th of August, just the next day of the Amarnath Yatra being complete, the 19th, would be the date of notification for the first phase, nominations till 27th, the scrutiny on the next day 28th, and date of poll will be 18th of September, and it's a Wednesday. We are also keeping that in mind, not keeping Fridays and Mondays to give a longer holiday spell. Second phase would be on 29th of August, and the statutory period of nominations and all, poll being on 25th of September. And phase 3, nomination on 5th of September, and every voting finishing on 1st of October. So, counting would be on 4th of October, and everything would be over, bind up on 6th of October. We can show you the map also. It's the how the scheduling is being done. The yellow portion is first. The yellow portion would have the districts of Kishtwar, Ramban, Doda on this side, Jammu side, and Anantnag, Pulwama, Shopian, and Kulgaon in the valley. The second phase would be Gandarbal, Srinagar, Badgaon on the valley, in the valley side, and on the Jammu side, Poonch, Rajouri, and Riyasi. And then the forces move up, so North Kashmir in the upper regions, and also the Jammu and Udhampur, Samba, and the Kathua region. The schedule of Haryana. Haryana would be in the last phase, exactly coinciding with the third phase of J&K, nomination being on 5th of September, last date of making nomination on 12th of September, date of poll 1st October, and date of counting coinciding with J&K on 4th of October, everything to be over on 6th of October. So friends, and through you, we appeal to all the voters of Haryana and J&K to participate in largest possible number in the festival of democracy. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരണമെന്ന് CPM. പോരാളി ഷാജിയാണോ ഇടതുപക്ഷമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചോദിച്ചു. CPM തള്ളിപ്പറഞ്ഞ ഗ്രൂപ്പുകളെ ഉപയോഗപ്പെടുത്തിയാണ് ഇപ്പോൾ പ്രചരണം നടത്തുന്നത്. ഇക്കാര്യത്തിൽ CPM-ന് ഒന്നും ഒളിച്ചുവെക്കാനില്ല. പോലീസ് അന്വേഷിച്ച് യഥാർത്ഥ വിവരങ്ങൾ പുറത്തുകൊണ്ടുവരണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഈ കാര്യത്തിൽ യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. സംശയത്തിന്റെ മുൾമുനയിൽ ആളുകളെ നിർത്തുകയല്ല. ഒരു ദിവസം എന്നെ ഒരു പത്രത്തിന്റെ പ്രതിനിധി വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രതികരിക്കാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് പ്രസിദ്ധീകരിച്ച വാർത്ത പോലും ഇടതുപക്ഷത്തേക്കാണ് നീങ്ങുന്നത് എന്ന കാര്യമാണ് പറയുന്നത്. ഏതായി ഇടതുപക്ഷം? പോരാളി ഷാജിയാണോ ഇടതുപക്ഷം? നിങ്ങൾ പകുതി വന്ന വാർത്തയുമായിട്ടാണ് രംഗത്ത് വരുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം യാതൊരു തർക്കമില്ല. ഇമാതിരിയുള്ള ഒരു നിലപാടിലും തെറ്റായ ഒരു സമീപനത്തിന്റെയും ഭാഗമായിട്ട് പോകേണ്ട ഒരു കാര്യവും ഞങ്ങൾക്കില്ല. ഇപ്പോൾ പുറത്തുവന്ന വാർത്തകളിൽ പോലും
CPIM നേരത്തെ തന്നെ തള്ളിപ്പറഞ്ഞ ചില ഗ്രൂപ്പുകളെ ചൂണ്ടിക്കാട്ടിയാണ് LDFനെതിരെ പ്രചാരണം നടത്താൻ അവർ ശ്രമിക്കുന്നത്. ഒരു തരത്തിലുള്ള ഒളിച്ചുവെക്കുന്ന കാര്യവും CPIMന് ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇല്ല. അന്വേഷണം നടക്കട്ടെ, പോലീസ് അന്വേഷിച്ച് ശക്തമായ നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് എല്ലാം ഇടതുപക്ഷത്തേക്കാണ് നീങ്ങുന്നത് എന്നുള്ള കള്ളപ്രചാരവേല നടത്തുകയല്ല വേണ്ടത് എന്നതാണ് അവർ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. കാഫിർ വ്യാജ ഷോട്ട് വിവാദത്തിൽ KK ശൈലജയെയും MV ജയരാജനെയും തള്ളിയും KK ലതികയെ പിന്തുണച്ചും MV ഗോവിന്ദൻ. കാഫിർ സ്ക്രീൻഷോട്ടിലെ പരാമർശം പ്രചരിപ്പിക്കാനല്ല ലതിക ശ്രമിച്ചത്. പരാമർശം നാടിന് ആപത്താണെന്ന് പറയുകയായിരുന്നു. അത് നാടിനെ രക്ഷിക്കാനുള്ളതായിരുന്നു, നാടിനെ തകർക്കാനുള്ളതല്ല. ലതിക ഷെയർ ചെയ്ത വിഷയത്തിൽ പാർട്ടി സെക്രട്ടറി പറഞ്ഞതാണ് പാർട്ടി നിലപാടെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. KK ലതിക സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തത് തെറ്റാണെന്ന് KK ശൈലജ നേരത്തെ പറഞ്ഞിരുന്നു. ഷെയർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് KK ലതികക്കെതിരായിട്ടുള്ള കടന്നാക്രമണമാണ്. യഥാർത്ഥത്തിൽ ഇത്തരമൊരു ആശയം പ്രചരിപ്പിക്കാനല്ല KK ലതിക അത് ഷെയർ ചെയ്തത്. അതിൽ വന്ന കാര്യം ഈ നാടിന് ആപത്താണ് എന്ന കാര്യം സൂചിപ്പിക്കുക ചെയ്തേ. അതായിരുന്നു അതിന്റെ ഭാഗമായിട്ട് അതിന്റെ താഴെ എഴുതിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ അവസാനിക്കുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ നാട് നിലനിൽക്കേണ്ടതുണ്ട്. അതിനെതിരായിട്ടുള്ള ഒരു അപകടം തന്നെയാണ് ഇതുപോലുള്ള പ്രചാരവേല എന്നാണ് ചൂണ്ടിക്കാണിച്ചത്. അത് നാടിനെ രക്ഷിക്കാനുള്ളതായിരുന്നു, അല്ലാതെ തകർക്കാനുള്ള ഒരു പോസ്റ്റല്ല. അത് വളരെ ഗൗരവത്തിൽ കാണേണ്ട കാര്യമാണ്. ഷെയർ ചെയ്തു എന്ന് പറയുന്നതല്ലാതെ എന്താ ഷെയർ ചെയ്തത്, എന്താ ആ കാര്യത്തിൽ പറഞ്ഞത് നിങ്ങൾ മിണ്ടുന്നില്ല. അത് സ്വാഭാവികമായിട്ടും മിണ്ടിയാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല എന്നുള്ളതുകൊണ്ട് മിണ്ടാണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഉദ്ദേശശുദ്ധിയെ തന്നെ മറ്റ് രീതിയിൽ വ്യാഖ്യാനിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ഷിരൂരിൽ അർജുൻ ഉൾപ്പെടെ 3 പേർക്കായുള്ള തെരച്ചിലിൽ ഇനിയും നീളും. ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ എത്തിക്കാൻ ഇനിയും 5 ദിവസമെങ്കിലും വേണ്ടിവരുമെന്ന് കാർവാർ MLA അറിയിച്ചു. ദൌത്യം 10 ദിവസമെങ്കിലും നീണ്ടു നിൽക്കുമെന്നും കാർവാർ MLA പറഞ്ഞു. ഇതിനിടയിൽ ശക്തമായ മഴയെ തുടർന്ന് ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. ഈശ്വർ മൽപ്പയുടെയും നേവിയുടെയും നേതൃത്വത്തിൽ ഇന്ന് നടത്തിയ തെരച്ചിലിൽ കാര്യമായ വസ്തുക്കളൊന്നും കണ്ടെത്താനായില്ല. ഷിരൂരിൽ വൈകിട്ടോടെ പെയ്ത കനത്ത മഴ രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയായി. 4:45 കൂടി തന്നെ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിക്കേണ്ട സാഹചര്യമുണ്ടായി. ഏതായാലും നേവിയുടെയും അതുപോലെ തന്നെ ഈശ്വർ മൽപ്പയുടെയും നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിൽ ഇന്ന് കാര്യമായ വസ്തുക്കളൊന്നും തന്നെ കിട്ടിയില്ല. 3 വസ്തുക്കൾ കിട്ടിയത് അത് അർജുന്റെ ലോറിയുടേതല്ലെന്ന സ്ഥിരീകരണമാണ് ഉണ്ടായത്. എന്തായാലും നാളെയും തെരച്ചിൽ തുടരുമെങ്കിലും കാലാവസ്ഥ വളരെ പ്രതികൂലമായ ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുമാത്രമല്ല, ഈ ഗംഗാവലി പുഴയിൽ നീരൊഴുക്കും നേരിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. അതോടൊപ്പം വെള്ളം കലങ്ങിയ ഒരവസ്ഥയും ഏതായാലും തിരച്ചിലിന് തിരിച്ചടിയായിട്ടുണ്ട്. 0 വിസിബിലിറ്റി എന്നാണ് ഈശ്വർ മൽപ്പ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. 0 വിസിബിലിറ്റി നമുക്ക് അതിന്റെ കളർ പോലും കാണാൻ പറ്റില്ല. ആകെ നമുക്ക് ഷേപ്പ് മാത്രമേ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടിയേക്കണത് ഒരു 4 മീറ്റർ 3-4 മീറ്റർ നീളമുണ്ട്. അത് ഒരു സൈഡിൽ നിന്ന് ബെൻഡായി നേരെ മണ്ണിനടിയിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് മണ്ണിലേക്ക് ഒരു 1/2 മീറ്റർ നമ്മളൊന്ന് സെർച്ച് ഒന്ന് തെളിഞ്ഞു നോക്കിയെങ്കിലും നമുക്ക് കിട്ടുന്നില്ല. പിന്നെയും പോകണം. അപ്പൊ നമുക്ക് അങ്ങനെ തെളിച്ചു നോക്കി ഉള്ള മെഷീനറീസ് ഒന്നും നമുക്കില്ലല്ലോ. വലിച്ചു നോക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ആകെയുള്ളൊരു ഇത് അല്ലേ. വലിച്ചിപ്പോ അത് മേലാക്കിയത് അത് ഏത് വണ്ടിയെന്ന് നോക്കണോ? അതന്നെ. അതിന് മുന്നേ ഇതേ വണ്ടിയല്ല, അവിടെ ഒരു അടയാളം ഇടും. നിങ്ങൾ അടയാളം ഇട്ടിട്ട് പിന്നെ എടുക്കും. രക്ഷാദൌത്യം 10 ദിവസമെങ്കിലും നീണ്ടു നിൽക്കുമെന്നാണ് കാർവാർ MLA സതീഷ് സേൽ പറഞ്ഞത്. ഏതായാലും ഈ ഗോവയിൽ നിന്നുള്ള യന്ത്രം ഇവിടെ എത്തിക്കാൻ 5 ദിവസമെങ്കിലും എടുക്കും. അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. No, we have to give him minimum 10 days work because we have to. That may be required for 3 days, but we have to remove that island also because the river should not take diversion from this roadside. Again, it should not collapse. So that we have to clear all this dunes, sand dunes or mud dunes, whatever we call it, or rock dunes. That we will clear it. കഴിഞ്ഞ ദിവസം അനുകൂലമായ കാലാവസ്ഥയാണെങ്കിൽ
ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ കാലാവസ്ഥ പ്രതികൂലമായത്. എന്തായാലും വരും ദിവസങ്ങളിലും മഴ വന്നാൽ അത് വലിയ ആശങ്കയായിരിക്കും ഇടയാക്കുക. ഏതായാലും തിരച്ചിൽ ഈ രക്ഷാ ദൌത്യം തുടരും എന്ന് തന്നെയാണ് MLA വ്യക്തമാക്കുന്നത്. അതോടൊപ്പം അർജുനോടൊപ്പം തന്നെ ഈ കന്നഡികരായ 2 പേരെ കൂടി കണ്ടെത്താനുണ്ട്. അവർക്കായുള്ള തിരച്ചിൽ തുടരുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്തായാലും ഇന്നത്തെ തെരച്ചിലിൽ വലിയ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല. നാളെ രാവിലെ 9 മണിയോടുകൂടി തന്നെ തിരച്ചിൽ ആരംഭിക്കും. KV ബൈജുവിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ചൂരൽമലയിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഭാഗികമായി അവസാനിപ്പിച്ചു. ദുരന്ത മേഖലയിൽ അതിശക്തമായ മഴ ഇടവിട്ട് പെയ്യുന്നുണ്ടെങ്കിലും ഇത് വകവയ്ക്കാതെയായിരുന്നു ചാലിയാറിന്റെ ഇരുകരകളിലും NDRFും അഗ്നിശമന സേനയും SOGയും ചേർന്ന് ഇന്ന് തെരച്ചിൽ നടത്തിയത്. ചൂരൽമല ഉരുൾപൊട്ടലിൽ ഇനി 118 ആളുകളെയാണ് കണ്ടെത്താനുള്ളത്. എന്തായാലും അതിന്റെ തെരച്ചിൽ ഇപ്പോൾ ഊർജിതമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ചില ഭാഗങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ തിരച്ചിലുള്ളത്. അതായത് ചൂരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കൈ ഭാഗങ്ങളിലും ഭാഗികമായി മാത്രമുള്ള തിരച്ചിലാണുള്ളത്. അതേസമയം പരപ്പൻപാറയും അതുപോലെ തന്നെ നിലമ്പൂർ കാടുകളുടെ ഒരു ഭാഗങ്ങളിലുമാണ് കൂടുതൽ മൃതദേഹങ്ങൾ ഒരുപക്ഷേ ഇവിടെയാണ് ഉണ്ടാവുക. കാരണം ഇവിടെ മണ്ണിടിച്ചിലും ഒപ്പം തന്നെ ഈ ചാലിയാറിലൂടെ ഒഴുകിപ്പോയത് കൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലാണ് കൃത്യമായ പരിശോധന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. തെരച്ചിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഈ ചൂരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കയിലും തെരച്ചിൽ നടക്കുന്നുണ്ട്. പക്ഷേ അതൊരു ഭാഗികമായുള്ള തെരച്ചിലാണ്. കാരണം ഇനി മണ്ണിനടിയിൽ അധികം ആളുകൾ ആ പ്രദേശത്ത് ഉണ്ടാവാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള ഒരു നിഗമനത്തിലാണ് എന്തായാലും അധികൃതർ. അതുകൊണ്ട് തന്നെ മാത്രമല്ല കഴിഞ്ഞ തെരച്ചിലുകളിലെല്ലാം തന്നെ നിലമ്പൂർ അതായത് ചാലിയാറിന്റെ ഒരു ഭാഗവും നിലമ്പൂർ വനാന്തരങ്ങളോട് ചേർന്നുള്ള സ്ഥലങ്ങളും നിലമ്പൂർ വനത്തിലുമൊക്കെ ആയിട്ടാണ് കൂടുതൽ മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു തെരച്ചിൽ അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങൾ കൂടുതൽ ഊർജിതമായ തെരച്ചിൽ നടത്താൻ തന്നെയാണ് തീരുമാനം. ഒപ്പം തന്നെ ഈ ആളുകളെ അതായത് ഈ വീടും മറ്റും നഷ്ടപ്പെട്ട ആ പ്രദേശത്തുള്ള ആളുകൾക്ക് കൃത്യമായ പുനരധിവാസം ഒരുക്കുന്നതിനുള്ള നടപടി ജില്ലാ ഭരണകൂടം വളരെ ഊർജിതമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനാവശ്യമായ വീടുകൾ കണ്ടെത്തുന്നതിന് 6000 രൂപ വാടകയ്ക്ക് വീടുകൾ കണ്ടെത്തുന്നതിന് 4 പഞ്ചായത്തുകൾ പ്രധാനമായും 4 പഞ്ചായത്തുകളാണ് ഇത് സംബന്ധിച്ചുള്ള പരിശോധന വീടുകൾ കണ്ടെത്താനുള്ള ഒരു ശ്രമം നടക്കുന്നത്. ഒപ്പം തന്നെ ഈ ആളുകൾക്കുള്ള അവരുടെ രേഖകളും മറ്റും നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ വലിയ നാശനഷ്ടം ഉണ്ടായതുമായി ബന്ധപ്പെട്ടുള്ള കണക്ക് റവന്യൂ വകുപ്പ് ഉൾപ്പെടെ 4 വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമിതി അതിന്റെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള നടപടികളാണ് ഇപ്പോൾ എന്തായാലും ചൂരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കൈ ഭാഗങ്ങളിലും നടക്കുന്നത്. എന്തായാലും ഇനിയും 118 ആളുകളെ കണ്ടെത്താനുള്ളത് കൊണ്ട് തന്നെ തെരച്ചിൽ തൽക്കാലത്തേക്ക് നിർത്തിവെക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് ജില്ലാ ഭരണകൂടം. S വിനേഷ് കുമാറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. അപ്രതീക്ഷിതമായ ഉരുൾപൊട്ടൽ ദുരന്തം തകർത്തെറിഞ്ഞത് ചൂരൽമലയെയും മുണ്ടക്കയെയും മാത്രമല്ല, വയനാടിന്റെ വിനോദസഞ്ചാര മേഖലയെ കൂടിയാണ്. പ്രധാന വ്യൂ പോയിന്റുകളെല്ലാം അടച്ചിട്ട നിലയിലാണ്. റിസോർട്ടുകളും ടൂർ ടാക്സി ഡ്രൈവർമാരെയും വഴിയോരത്ത് കച്ചവടം നടത്തുന്നവരുമെല്ലാം ഈ ആഘാതത്തിൽ നിന്ന് എങ്ങനെ കരകയറുമെന്നറിയാതെ നിസ്സഹായതയിലാണ്. വൈദ്യുതി ബില്ലും മുറിവാടകയും പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത ഗതികേടിനെക്കുറിച്ചാണ് അവർക്ക് പറയാനുള്ളത്. ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തം തകർത്തെറിഞ്ഞത് 2 ഗ്രാമങ്ങളെ മാത്രമല്ല, ഒരു ജനതയുടെ അതിജീവനത്തിന്റെ ജീവനോപാധികളെ കൂടിയാണ്. ഇത് 900 കണ്ടി എന്ന് പറയും. ഇവിടെ നിന്ന് ഏതാണ്ട് 7 കിലോമീറ്റർ അപ്പുറത്താണ് ചൂരൽമല എന്ന ഈ ദുരന്തം ഉണ്ടായ സ്ഥലം. ഈ വിനോദസഞ്ചാര മേഖല പ്രധാനമായി 900 കണ്ടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ പൂർണ്ണമായി അടച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുകയാണ് ഇവിടെയുള്ള സാധാരണക്കാരിൽ അതിസാധാരണക്കാരായ ഡ്രൈവർമാർ, അതോടൊപ്പം തന്നെ മറ്റ് സ്ഥാപനങ്ങളിൽ ജോലി നോക്കിയിരുന്ന ആളുകളൊക്കെ. ചേട്ടാ, കഴിഞ്ഞ 2-3 ആഴ്ചയായി ഇപ്പോൾ മുഴുവൻ അടച്ചിട്ടിരിക്കുന്ന അവസ്ഥയിൽ ഇത് നിങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? അവിടെ ഒരു 219 ജീപ്പ് ഡ്രൈവേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാ ദിവസവും അത് ഓരോ ടേൺ അനുസരിച്ച് ഓരോരുത്തർ പോയി വന്ന് അങ്ങനെ ടേൺ അനുസരിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. എല്ലാവർക്കും ഒരു തുല്യമായ വേതനം കിട്ടിയിരുന്നു. അതുകൊണ്ട് നല്ല സന്തോഷമായിട്ടാണ് എല്ലാവരും ജീവിച്ചിട്ടുണ്ടായത്. പക്ഷേ ഇത് പെട്ടെന്ന് ഇങ്ങനെ വന്ന് ഇത് അടച്ചു പൂട്ടിയപ്പോൾ മൊത്തത്തിൽ എല്ലാവരും വളരെ പ്രതിസന്ധിയില്ല. അതിലിപ്പോ റിട്ടയർഡ് ഗൾഫിൽ പോയി വട്ടം കറങ്ങി വന്നവനും റിട്ടയർഡായ ആർമി അങ്ങനെ ഉദ്യോഗമില്ലാതെ സിവിൽ എഞ്ചിനീയർമാർ വരെ. എന്റെ ഒരു പെങ്ങളെ മോൻ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇവിടെ മുണ്ടക്കൽ താമസിച്ചിരുന്ന സിവിൽ എഞ്ചിനീയറാണ്, ജോലിയൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഇവിടെ ടാക്സി ഓടാൻ വരും. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ, തൊഴിൽ രഹിതരായ ഒരുപാട് ചെറുപ്പക്കാർ ഇവിടെ ജോലി ചെയ്തിരുന്നു. പക്ഷെ അതെല്ലാം വീണ്ടും ഒറ്റയടിക്ക്
നിന്നിരിക്കുകയാണ്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കി തരണം. കാരണം ഇത്രയും ഒരു സംഭവം നടന്നതിന്റെ പേരിൽ ഇത്രയും ഒരു വലിയ മേഖലയിലുള്ള ആളുകൾക്ക് മുഴുവൻ തൊഴിൽ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. എങ്ങനെയായിരുന്നു ഈ സംവിധാനം ഓടിച്ചുകൊണ്ടിരുന്നത്? എല്ലാ ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഈ 219 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 130-140 വണ്ടികളും എന്തായാലും ലോണും കാര്യങ്ങളായിട്ടാണ്. പുതിയ ചെറുപ്പക്കാരാണ് കൂടുതൽ വന്നിട്ടുള്ളത്. നമ്മളൊക്കെ 10-20 വർഷങ്ങളായിട്ട് ഈ തൊഴിൽ ചെയ്യുന്ന ആൾക്കാരാണ്. വേറൊരു തൊഴിലിലേക്ക് പെട്ടെന്ന് മാറാൻ കഴിയാത്തൊരവസ്ഥയും കൂടിയാണ്. എന്താ വേറെ തൊഴിലെടുക്കാൻ നമുക്ക് അറിയില്ല. ഈ ഡ്രൈവിംഗ് അല്ലാണ്ട് വേറൊരു കാര്യങ്ങളും ചെയ്യാൻ അറിയില്ല. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ അടച്ചിടാനാ പറഞ്ഞിട്ടുള്ളത്. ആ അറിയിപ്പ് എപ്പോൾ മാറും എന്ന് നമുക്ക് ഇതുവരെ പറയാൻ കഴിയില്ല. അപ്പൊ നിങ്ങളുടെ ഉപജീവനം എങ്ങനെയാണ് ഇപ്പോൾ? ഇപ്പം പറഞ്ഞാൽ വളരെ അവസ്ഥയാണ്. ഇപ്പൊ നമ്മൾ കടകളിലൊക്കെ എന്ന് പറഞ്ഞാൽ പരിചയം കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് സാധനങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അവര് പിന്നീട് തന്നാൽ മതി എന്നുള്ള കണ്ടീഷനിലെ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മുടെ കുടുംബം കഴിയുന്നുണ്ട്. ഇതിങ്ങനെ ഓവറായി കഴിഞ്ഞാൽ അവർക്കും ഒരു പരിധി ഉണ്ടാവില്ല നമുക്ക് സാധനങ്ങളും മറ്റുള്ള കടങ്ങളൊക്കെ തരുന്നതിന്. ആ ഒരു റിസോർട്ടിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ആരാണ്? നസീം. നസീം, എത്ര ദിവസമായി ഇത് തുറന്നിട്ട് നിങ്ങളുടെ സ്ഥാപനം? 17-20 ദിവസമായിട്ട് ഇപ്പൊ ഇത് ക്ലോസ്ഡ് ആണ്. ഇവിടെ എത്ര റിസോർട്ടുകളുണ്ട് ഈ മേഖലയിൽ? ഇവിടുന്ന് താഴത്തുനിന്ന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഏകദേശം 23 പ്രോപ്പർട്ടി ചെറുത് വലുതായിട്ടുണ്ട്. എല്ലാവരും ടൂറിസം ബേസ് ചെയ്ത് ഇപ്പൊ ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നവരും അല്ലാത്തതുമായി സ്റ്റേ ചെയ്ത് വരുന്നവരും ഒരുപാട് പേര്. ഇപ്പോൾ വീക്കെൻഡ്സ് സാറ്റർഡേ സൺഡേ ദിവസങ്ങളിലൊക്കെ ഒരുപാട് പേര് വരും. അല്ലാത്ത ദിവസങ്ങളിൽ ഒരു ആവറേജ് രീതിയിലാണ് ഗസ്റ്റുകളുടെ ഒരു ഫ്ലുവൻസി ഉണ്ടാകുന്നത്. കട തുറക്കുന്നുണ്ടായിരുന്നു? ഇല്ലില്ല, തുറക്കുന്നില്ല. കഴിഞ്ഞ തിങ്കളാഴ്ച മുതലൊന്ന് തുറന്നേ ഉള്ളൂ. ആൾക്കാരൊന്നുമില്ല. അതുകൊണ്ട് ആകെ ഒരു ഇതെങ്ങനെയാണ്? ചായക്കടയായിരുന്നോ അതോ? ഈ ഡ്രൈവർമാർക്കൊക്കെ എല്ലാം ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഞാനായിരുന്നു. ഇവിടുന്നായിരുന്നു? ഇവിടെ ഈ ചൂരൽമലയിൽ ഉണ്ടായിരിക്കുന്ന ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മറ്റ് സമീപ സ്ഥലങ്ങളിലെയും വയനാട്ടിലെ മറ്റ് പ്രദേശങ്ങളിലെയും വിനോദസഞ്ചാര മേഖലകൾ ഏതാണ്ട് ഏറെക്കുറെ പൂർണ്ണമായി അടച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. അതിൽ ഏതാനും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടുത്ത ദിവസം മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ തുറക്കുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രിമാരുടെ ഉപസമിതി വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണ തോതിൽ പ്രവർത്തന സജ്ജമായാൽ മാത്രമേ അതിനെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവരിൽ ഏതാനും പേർ മാത്രമാണ് അവർ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ നമ്മളോട് പങ്കുവച്ചത്. പ്രകൃതിക്ഷോഭങ്ങളെ സംബന്ധിച്ച കൃത്യമായ മാനദണ്ഡങ്ങൾ അത് ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ ഈ വിനോദസഞ്ചാര മേഖലകൾ ഭാഗികമായെങ്കിലും തുറന്നു പ്രവർത്തിക്കാനുള്ള അവസരം നൽകിയില്ല എങ്കിൽ നമുക്ക് മുമ്പിൽ ഇത്തരത്തിൽ സഹായഹസ്തം നീട്ടിയെത്തിയ നിരവധി ആളുകളുണ്ട് ഈ ദുരന്ത മേഖലകളിൽ. അവരുടെയൊക്കെ ജീവിതം ഇനി അങ്ങോട്ട് പ്രതിസന്ധിയിലാകുന്ന ദുരിതപൂർണമായ കാഴ്ചകൾക്ക് കൂടി മേപ്പാടിയും പരിസരവും സാക്ഷ്യം വഹിക്കേണ്ടി വരും. ക്യാമറമാൻ KP ധനേഷിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. പ്രകൃതി ദുരന്തം തകർത്ത വയനാടിന്റെ പുനരധിവാസത്തിന് കേന്ദ്രത്തിൽ നിന്ന് വലിയ സഹായം പ്രതീക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി. എല്ലാവരെയും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരണം. ദുരന്ത മുന്നറിയിപ്പുകൾ നൽകുന്നതിൽ കേന്ദ്ര ഏജൻസികൾ കൃത്യത പാലിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്രം ഫലപ്രദമായ സഹായം ഇത്തരം കാര്യങ്ങളിൽ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്തിന് മാത്രമായി നിർവഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. ആ സഹായവും നാം പ്രതീക്ഷിക്കുകയാണ്. നാം പരിഷ്കൃത ലോകത്താണ് ജീവിക്കുന്നതെങ്കിലും ഒരിടവേള. വാർത്തകൾ തുടരുന്നു. പരിചരിക്കാൻ ആരുമില്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുന്ന വൃദ്ധയോട് നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ ക്രൂരത. ഗുരുതരാവസ്ഥയിലുള്ള വൃദ്ധയെ രോഗം ഭേദമാകാതെ വീട്ടിലേക്ക് മടക്കി. കാലിൽ പുഴുവരിക്കുന്ന നിലയിൽ വീട്ടിൽ കണ്ടെത്തിയ ഇവരെ നാട്ടുകാർ വീണ്ടും ആശുപത്രിയിലാക്കി. കരുളായി നിലമ്പതിയിലെ പ്രേമലീല എന്ന 68-കാരിക്കാണ് ഈ ദുരവസ്ഥ. ഇതായിരുന്നു പ്രേമലീലയുടെ അവസ്ഥ. വ്രണങ്ങൾ പഴുത്ത് പുഴുവരിച്ച നിലയിൽ, പരിചരിക്കാനാകട്ടെ ആരുമില്ല. ഇങ്ങനെയുള്ള നിലയിലാണ് നിലമ്പൂർ ആശുപത്രി അധികൃതർ ഇവരെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് അയച്ചത്. മുൻപ് മൃഗസംരക്ഷണ വകുപ്പ് ജീവനക്കാരിയായിരുന്നു ഇവർ. കോവിഡ് കാലത്ത് ഭർത്താവ് മരിച്ചു. മക്കളില്ല. ബന്ധുക്കളാരും സഹായിക്കുന്നുമില്ല. ഞാനാകെയായി, ആരുമില്ലാത്ത ആളായി.
കുടുംബങ്ങൾ വരെ അവർക്ക് രോഗത്തിന് പുച്ഛനാലൊക്കെ ഉണ്ടാകുന്നവരുണ്ട്. പക്ഷെ അവരാരും വരൂല. എന്നെ ഒറ്റപ്പെടുത്തി. 10 ദിവസം മുമ്പാണ് ശാരീരിക നില അതീവ ഗുരുതരമായതിനെ തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് ഇവരെ കൊണ്ടുപോയത്. അവിടെ നിന്നും 4 ദിവസം മുമ്പ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയും 3 ദിവസത്തിനു ശേഷം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. പരിചരിക്കാൻ ആരുമില്ലാത്തതിനാൽ ആശുപത്രിയിൽ കഴിയാൻ വയ്യാത്ത സാഹചര്യത്തിലാണ് ഇവർ വീട്ടിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടത്. ഹോസ്പിറ്റലിൽ പറഞ്ഞത് ഇനി നിങ്ങൾക്ക് ഇന്ന് തൊട്ടിവിടെ ഒരു ഗുളികയോ മരുന്നോ ഇല്ല, ഒന്നുമില്ല. ഇനി നിങ്ങൾ വീട്ടിൽ പോവുക. വീട്ടിൽ പോയിട്ട് കുറച്ച് ദിവസം നിന്നത് നിങ്ങൾ കോഴിക്കോട് കൊണ്ടുവരും. അവര് നിങ്ങൾക്ക് സുഖമായി. ഇനിയിപ്പം മരുന്നുകളൊന്നും ഇല്ല, ഗുളികയില്ല. ഇതാ ഞങ്ങൾ ഡിസ്ചാർജ് സമയത്ത് ഇതാ കൊണ്ടുപോയിരിക്കുന്നത്. എന്നാൽ കാലു മുഴുവൻ പഴുപ്പ് കയറിയ അവസ്ഥയിൽ ആരെങ്കിലും പരിചരിക്കാനുണ്ടായിരുന്നെങ്കിൽ അവർക്ക് ചികിത്സയിൽ തുടരാമായിരുന്നു. അതിനുള്ള ശ്രദ്ധ ആശുപത്രി അധികൃതർ നൽകിയില്ല. അവരുടെ നില മനസ്സിലാക്കാതെയാണ് ആശുപത്രി അധികൃതർ ഡിസ്ചാർജ് ചെയ്തത്. അവർ പറഞ്ഞതുകൊണ്ടാണ് ഡിസ്ചാർജ് ചെയ്തതെന്ന ഒഴുക്കൻ വിശദീകരണമാണ് ആശുപത്രി അധികൃതർ നൽകുന്നത്. വീട്ടിൽ ആരും നോക്കാനില്ലാതെ ദയനീയ സ്ഥിതിയിലായിരുന്ന ഇവരെ കരുളായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കമുള്ള പൊതുപ്രവർത്തകരാണ് ആദ്യം ശ്രദ്ധിച്ചത്. ഇവർ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർമാരെ വിവരമറിയിക്കുകയും തുടർന്ന് പ്രേമലീലയെ വീണ്ടും ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. വളരെ ദയനീയമായ അവസ്ഥ, മൂത്രത്തിന് ട്യൂബ് ഇട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. അതുപോലെ തന്നെ മന്ത് രോഗം ബാധിച്ച കാലിൽ നിന്ന് പാലിയേറ്റീവ് പ്രവർത്തകർ പുഴുക്കളെ തോണ്ടിയെടുത്ത് ശുചീകരിച്ചിട്ടുള്ളത്, വൃത്തിയാക്കിയിട്ടുള്ളത്. ന്യൂസ് 18 മലപ്പുറം. അഴുക്കുചാലിൽ വീണ് ജോയ് മരിച്ച് 1 മാസം കഴിഞ്ഞിട്ടും ആമിഴഞ്ചാൻ തോടിന്റെ അവസ്ഥയ്ക്ക് മാറ്റമില്ല. മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ നഗരസഭ കടുത്ത നടപടി സ്വീകരിച്ചെങ്കിലും ഇപ്പോഴും തോട്ടിൽ മാലിന്യമെറിയുന്നതിനും കുറവില്ല. റെയിൽവേ ടണലിലും തോടിന്റെ മറുഭാഗങ്ങളിലും വലിയ രീതിയിലാണ് മാലിന്യ കൂമ്പാരം. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കോരിയിട്ട മാലിന്യമല നീക്കം ചെയ്യാൻ പോലും റെയിൽവേക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. റെയിൽവേ സ്റ്റേഷന്റെ പവർ ഹൗസ് സമീപമുള്ള കവാടത്തിലാണ് ഞാനുള്ളത്. ഇവിടെ എന്റെ പുറകിൽ കാണുന്നത് ആമിഴഞ്ചാൻ തോടിന്റെ ഭാഗമാണ്. അതായത് ജോയ് വീണ ടണലിന്റെ മറുവശം. ഇവിടെയും അന്ന് വലിയ രീതിയിൽ മാലിന്യ നീക്കം നടത്തിയതാണ്. ജോയിയെ കണ്ടെത്താനായി, രക്ഷിക്കാനായി മാലിന്യ നീക്കം നടത്തിയത്. ഇപ്പോഴും അവിടേക്ക് മാലിന്യങ്ങൾ ഒഴുകി വന്ന് കിടപ്പുണ്ട്. അതുമാത്രമല്ല കാണേണ്ടത്, അന്ന് വലിയ രീതിയിലുള്ള മാലിന്യ മല തന്നെ ഈ ടണലിലുണ്ടായിരുന്നു, വെള്ളത്തിലുണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന സ്ഥലത്താണ് ഇങ്ങനെ മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നത്. മാത്രവുമല്ല ഇതൊരു പാർക്കിംഗ് ഏരിയയാണ്. റെയിൽവേയുടെ പവർ ഹൗസ് ഗേറ്റ് വഴി വരുന്ന ആളുകൾ ബൈക്ക് പാർക്ക് ചെയ്തിട്ട് പോകുന്ന പ്രദേശം കൂടിയാണ്. അവിടെയാണ് ഈ രീതിയിൽ മാലിന്യം ഇപ്പോഴും കുന്നുകൂട്ടി ഇട്ടിരിക്കുന്നത്. ആമിഴഞ്ചാൻ തോട്ടിലേക്ക് ആളുകൾ മാലിന്യം വലിച്ചെറിയുന്നതിനും തോട്ടിലൂടെ മാലിന്യം ഒഴുകി വരുന്നതിന് ഇപ്പോഴും ഒരു കുറവുമില്ല എന്നത് ഈ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാണ്. ജോയ് വീണ ആമിഴഞ്ചാൻ തോടിന്റെ ആ ഭാഗത്താണ്, തമ്പാനൂരാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അത് നേരത്തെ അടിഞ്ഞുകൂടി കിടക്കുന്ന മാലിന്യമാകാം ഒരുപക്ഷെ ഈ വശത്ത് കാണുന്നത്. പക്ഷേ അവിടെ നിന്ന് ഒഴുകി വന്ന് നഗരവാസികൾ പുറന്തള്ളുന്ന എല്ലാ മാലിന്യങ്ങളും നേരത്തെ ഉള്ളതുപോലെ തന്നെ ഇവിടെ ഒരു ബാരിക്കേഡ് വെച്ച് ഈ മാലിന്യങ്ങൾ കടന്നു പോകാതെ തടഞ്ഞു നിർത്താൻ വേണ്ടിയുള്ള ബാരിക്കേഡ് തടഞ്ഞു നിൽക്കുന്നു. ഫുട്ബോളുകൾ, ആളുകൾ, കുട്ടികളൊക്കെ കളിച്ച് എറിയുന്ന പഴയ ഫുട്ബോളുകളൊക്കെ ആകാം. ആ ഫുട്ബോളുകൾ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ വലിയൊരു കൂമ്പാരം. നഗരസഭയും പോലീസുമൊക്കെ മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാൻ വലിയ ജാഗ്രതയോട് രാത്രികാല പരിശോധന അടക്കം നടത്തുമ്പോഴും അതൊന്നും ആളുകൾക്ക് കാര്യമില്ല. ഇപ്പോഴും മാലിന്യങ്ങൾ അതേപടി ഉപേക്ഷിക്കപ്പെടുന്നു, ചാക്കുകൾ കെട്ടി ഉൾപ്പെടെ ഉപേക്ഷിക്കപ്പെടുന്നു എന്നുള്ളതിന് വളരെ വ്യക്തമായ കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാം.
പാറ്റൂർ ഭാഗത്തെ അവസ്ഥയാണിത്. നേരത്തെ എങ്ങനെയായിരുന്നു ഈ ആമിഴഞ്ചാൻ തോട്ടിലൂടെ മാലിന്യങ്ങൾ ഒഴുകിപ്പോരുന്നത്, അത് അതേപടി ഇവിടെ ഇപ്പോഴും ഇത് നഗരസഭ ഈ മാലിന്യങ്ങൾ ഒരിടത്ത് കൂട്ടിയിട്ട്, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം ഒരിടത്ത് കൂട്ടിയിട്ട് പിന്നീട് എടുത്തു മാറ്റാനായി തടഞ്ഞു നിർത്തിയിരിക്കുന്നതാണ്. ഈ രീതിയിലാണ് ഇവിടെ മാലിന്യങ്ങൾ. നേരത്തെ ഈ ജോയ് മരിച്ചതിന്റെ അടുത്ത ദിവസം, ജോയ് വെള്ളത്തിൽ പോയതിന്റെ അടുത്ത ദിവസം നമ്മൾ വാർത്താ റിപ്പോർട്ടിനോട് എത്തുമ്പോൾ കണ്ട അതേ കാഴ്ച ഇവിടെ ഇപ്പോഴുമുണ്ട്. വലിയ ചാക്കുകെട്ടുകൾ ഈ മാലിന്യ കൂമ്പാരത്തിനിടയിൽ നമുക്ക് കാണാനാകും. വലിയ ചാക്കുകെട്ടുകളിൽ മാലിന്യങ്ങൾ കൊണ്ട് ഈ തോട്ടിലേക്ക് ഇപ്പോഴും വലിച്ചെറിയുന്നു എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ആമിഴഞ്ചാൻ തോട് കണ്ണമ്മൂലയിൽ നിന്നൊഴുകി നെല്ലിക്കുഴി വഴി അണമുഖം ഭാഗത്തേക്ക് പോകുന്ന സ്ഥലത്തെ കാഴ്ചകളാണിത്. വലിയ രീതിയിൽ വെള്ളത്തിലേക്ക് മാലിന്യങ്ങൾ ഒഴുകി വരുന്നത്, പ്രത്യേകിച്ചും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും ഒഴുകി വരുന്ന ഇവിടെ വ്യക്തമായി നമുക്ക് കാണാനാകും. ഇങ്ങനെ മാലിന്യങ്ങൾ ഇപ്പോഴും നഗരസഭയും പോലീസും ഒക്കെ കർശന നിലപാടെടുക്കുമ്പോഴും എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് എന്ന ധാരണയോടുകൂടി, എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ട് ധാരണയോടുകൂടി മിടുക്കരായി തലസ്ഥാനവാസികളിൽ വലിയൊരു വിഭാഗം ഇപ്പോഴും ഈ മാലിന്യങ്ങൾ ആമിഴഞ്ചാൻ തോട്ടിലേക്ക് തന്നെ വലിച്ചെറിയുകയാണ്. ക്യാമറാമാൻ സി വിനോദ് കുമാറിനൊപ്പം ബി അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. ഉത്തരാഖണ്ഡിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്ന നഴ്സിനെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു കൊന്നു. ഉത്തരാഖണ്ഡിലെ സിംഗ് നഗറിലാണ് രാജ്യത്തെ നടുക്കിയ ക്രൂര കൊലപാതകം നടന്നത്. കേസിലെ പ്രതിയെ പോലീസ് പിടികൂടി. കൊൽക്കത്തയിലെ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ പ്രതിഷേധം കടുപ്പിച്ച് ഡോക്ടർമാർ. IMA നാളെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കൊലപാതകത്തിൽ മെഡിക്കൽ കോളേജിലെ 5 ഉദ്യോഗസ്ഥരെ CBI ചോദ്യം ചെയ്തു. പ്രമുഖ വ്യവസായി ബിജു NG ഇന്തോനേഷ്യയിൽ നിര്യാതനായി. പത്തനാപുരം കമുകുംചേരി സ്വദേശിയാണ്. കഴിഞ്ഞ 25 വർഷക്കാലമായി ഇന്തോനേഷ്യയിൽ വ്യവസായിയായിരുന്നു. ജക്കാർത്ത NG ഗ്രൂപ്പ് ഓഫ് കമ്പനികളുടെ ഉടമയാണ്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 വീട്ടുവളപ്പിൽ സംസ്കാരം നടക്കും. ചെട്ടികുളങ്ങര കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കൈത്താങ് സാംസ്കാരിക സംഘടനയുടെ 2ാമത് പുരസ്കാരം സിനിമാ നാടക നടൻ പ്രമോദ് വെളിയനാടിന്. സെപ്റ്റംബർ 29 നരേന്ദ്രപ്രസാദ് നഗറിൽ വെച്ച് പുരസ്കാരം സമ്മാനിക്കും. മലയാള നാടകവേദിക്ക് പുതിയ ചരിത്രം രചിച്ച നടനാണ് പ്രമോദ് വെളിയനാടെന്ന് അവാർഡ് നിർണയ സമിതി വിലയിരുത്തി. സെപ്റ്റംബർ 22 മുതൽ 29 വരെ കൈത്താങ്ങിന്റെ പ്രൊഫഷണൽ നാടകോത്സവവും നടക്കും. രാജകുമാരി ഗ്രൂപ്പിന്റെ നവീകരിച്ച പോത്തൻകോട് ഷോറൂം രാജകുമാരി സിൽക്സ് ആൻഡ് ഡിസൈൻസ് ശനിയാഴ്ച ആസിഫ് അലി നാടിന് സമർപ്പിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് രാജകുമാരി ഉപഭോക്താക്കൾക്കായി പ്രത്യേക സമ്മാന പദ്ധതികളും ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ മെഗാ സമ്മാനങ്ങളും ഡിസ്കൌണ്ടും ലഭിക്കും. ഉദ്ഘാടന ചടങ്ങിലെത്തുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 3 പേർക്ക് സ്വർണ്ണവളകളും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന നവദമ്പതികൾക്ക് ദുബായിലും മൂന്നാറിലും ഹണിമൂൺ ട്രിപ്പുകളും രാജകുമാരി ഗ്രൂപ്പ് ഒരുക്കുന്നുണ്ട്. 50,000 രൂപയ്ക്ക് മുകളിൽ വിവാഹ പർച്ചേസ് ചെയ്യുന്നവർക്ക് 32 ഇഞ്ച് LED TV അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ ഫ്രീ ആയി ലഭിക്കും.